ഫുൾ ആൻഡ് ഫുൾ ഗോപുരം ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെമ്പകപ്പൂവിന്റെ ഒരു ഡിസൈൻ വെച്ചിട്ടാണ്. 175 ഓൺലി. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. വാഴ 2 അല്ല, ഇത് വാഴ 3 ആണ്. ഇപ്പത്തെ ഈ ഓണത്തിന് ട്രെൻഡ് ആവുന്ന സാധനം. ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ശരിക്കും നിങ്ങൾ നല്ലൊരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഒറിജിനാലിറ്റി കിട്ടും ഇല്ലേ? അല്ല, അപ്പൊ ഈ ബണ്ടിൽ ഫുൾ എടുക്കണോ? വേണ്ട, 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ എടുത്താൽ മതി. വലിയ പറയും ആരാ സുന്ദരി? യെസ്, ഇതൊരു പ്രീമിയം സാരിയാണ്. ഇത് വെഡ്ഡിങ് സാരി എന്ന് തന്നെ പറയാം. കോട്ടൺ 3 ഇഞ്ചിന്റെ സെറ്റ് കൊണ്ട് വരുന്നത് 175 റുപ്പീസ് ആണ്. ഫുൾ ഹെവി ദുപ്പട്ട. ശരിക്കും ഇങ്ങനെ ഒരു 3D സ്റ്റൈലിന്റെ ഒരു ഫീലിംഗ് ആണ് വരുന്നല്ലേ. എൻറ്റയർ കേരളത്തിനുള്ള സാരി ഇവിടെ ഉണ്ട്. പോരെ. ഷർട്ട് മാത്രം അവൈലബിൾ ആണ്, ഷർട്ട് ആൻഡ് മുണ്ടും അവൈലബിൾ ആണ്. ഫുൾ ഡിജിറ്റലും എന്നാ ബീഡ് വർക്കും ഉണ്ട് ഇതില്. സീതാ കല്യാണം സാരിയാണ്. ചെക്കനുള്ളത്, ഇത് പെണ്ണിനുള്ളത്. പോരെ. ഫുൾ ഹെവി വർക്ക് ടിഷ്യൂലാണ് ഇത് വരുന്നത്. റേറ്റ് വരുന്നത് 170. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ഈ സെറ്റ് സാരി ഇല്ലാണ്ട് പറ്റൂല. അതുപോലെ ആണുങ്ങൾക്ക് ധോത്തി ആയാലും ഒരു ഹരം തന്നെയാണല്ലേ. അപ്പോൾ അത് ഏതൊരു ഫംഗ്ഷൻ ആയാലും തന്നെ, അതുപോലെ തന്നെ ഓണമായാലും വിഷു ആയാലും അങ്ങനെ എല്ലാത്തിലും നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും പോകുന്നതും അതുപോലെ തന്നെ ഒരു പീസായിട്ടും കിട്ടുന്നത് എന്ന് വെച്ചാൽ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് തന്നെയല്ല, കളക്ഷൻസ് ഡിസൈൻസ് അതും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു ഹിറ്റ് ഡിസൈനാണ്. ഇപ്പം നമുക്ക് പറഞ്ഞ ഡിസൈൻ വരെ ഇവിടെ ചെയ്ത് തരാൻ പറ്റും. അപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ശരിക്കും പറഞ്ഞാൽ കുത്താമ്പുളിയാണ് മെയിൻ. നമുക്ക് ഈ സെറ്റ് മുണ്ടിട്ട് സ്ഥലം എന്നൊക്കെ പറയണം. യെസ്, കുത്താമ്പുളി തന്നെയാണ്. പക്ഷെ അവർ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് തത്തമംഗലം കുത്താമ്പുള്ളിയിലും ഇവർക്ക് നെയ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പാലക്കാട് തത്തമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനി കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ഒരു ഹോംലി ഫീലിംഗ് ആണ്. ഇനി എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാതാ. ഷെൽട്ടർ ഹോം. ഇവിടെയാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഷെൽട്ടർ ഹോം അതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അധികമൊന്നും വേണ്ട, നീ കാണുന്നിടത്ത് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഹോംലി ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഒരു മീഡിയേറ്റർ ഇല്ല, ഒരാളും ഇല്ലാണ്ട് ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ കോസ്റ്റ്, മീഡിയേറ്ററിൽ കൊടുക്കുന്ന കോസ്റ്റ്, കമ്മീഷൻ, അതൊക്കെ നമുക്ക് കട്ടൗട്ടായിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടിഷ്യൂലും ഉണ്ട്, കോട്ടണിലും ഉണ്ടാകുന്ന വെറൈറ്റി കൊണ്ട് വെറൈറ്റിയാണ്. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കയറി നോക്കട്ടെ. അതാ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൽ കൂടെ കയറാം നമുക്ക്. വാ. ആക്ച്വലി ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഹായ്, ഇതെന്താ സംഭവം? ഇവിടെ കുറെ ഇങ്ങനെ പണികളൊക്കെ. ഇങ്ങോട്ട് വാ, ഇതൊന്ന് മൈക്കൊന്ന് ഞാൻ വെച്ചോട്ടെ. ഇവിടെ എന്താ സംഭവങ്ങളൊക്കെ നടക്കുന്നത്? കുറെ ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി മുകളിലല്ലേ നമുക്ക് സ്ഥലം വരുന്നത്. അപ്പൊ നമ്മളിത് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഹറാദിയുടെ കുറെ സ്റ്റോക്സ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ഓണത്തിന്. അപ്പൊ സ്റ്റോക്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഗ്രേറ്റ്. അപ്പൊ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഹറാദി ആരാണ്, നിങ്ങൾ ആരാണോ ഒന്നും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ല. എന്തായാലും വെൽക്കം ടു ദിസ് ചാനൽ. അപ്പൊ എന്താ പേര്? എന്റെ പേര് അരുണഗിരി. ഞാനാണ് ഫൗണ്ടർ ഓഫ് ഹറാദി. ഓ ഗ്രേറ്റ്. അപ്പൊ ഫൗണ്ടർ ഓഫ് ഹറാദി വെറൈറ്റി പേരല്ല. എന്താ അതിന് ശരിക്കും മീനിങ് എന്താ വരുന്നത്? ആക്ച്വലി ഹറാദി മീൻസ് വെൽക്കം, വാം വെൽക്കം എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഗ്രേറ്റ്. അപ്പൊ നമ്മളെല്ലാരും വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി മുകളിലത്തെ ഫ്ലോറിലാണ് ഇപ്പൊ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോ ഈ ഒരു പോർഷനിൽ അപ്പൊ ഇതാ ഇവിടെ ഫുൾ ഇപ്പൊ ഏകദേശം കഴിയാറായോ നമ്മുടെ? ഏകദേശം ഈ ഓണത്തിനുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ ആണ്. ഈ ഓണം കഴിഞ്ഞതും ഇനിയും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇവിടെ തകർപ്പനായിട്ട് അവർ പണി നടന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് കളക്ഷൻസ് കാണണം. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇനിയും ദൈവം സഹായിച്ച ഒന്നുകൂടി അങ്ങോട്ട് ഉയർച്ചയിൽ എത്തട്ടെ. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും മുകളിലല്ലേ? ഓക്കെ, കയറിക്കോളൂ. കൂടെ ഞാനും ഉണ്ട്, കൂടെ നിങ്ങളും വരും. വാ. ഓ ഗ്രേറ്റ്. ഇവിടെയാണോ നിങ്ങളുടെ ഫുള്ള് ഒരു ഡിസൈൻസിൽ തന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസും ഉണ്ട്. എന്തായാലും ഈ കളക്ഷൻസ് ഒക്കെ കാണേക്കാൾ മുന്നേ ഇവിടെ സ്റ്റാഫ്മാരൊന്നുമില്ല, ആകെ ഒരു കുട്ടീനെ മാത്രം കാണുന്നുള്ളൂ. എന്താണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ? ഞാൻ പുള്ളിയുടെ വൈഫാണ്. എൻ്റെ പേര് മഹിമ എന്നാണ്. പരിചയപ്പെടുത്തി തരണ്ടേ? മഹിമ എന്റെ വൈഫ്. പുള്ളിയാണ് ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ഗ്രേറ്റ്. ഓപ്പറേഷൻ, വയറിന്റെ ഓപ്പറേഷൻ ആണോ? ശരിക്കും എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ? ഡിസൈൻസ് കാര്യങ്ങളാണ്. നമ്മള് ഇപ്പൊ മാനുഫാക്ചേഴ്സ് ആണ്. ഇപ്പൊ നമ്മളൊരു ഡിസൈൻ തന്നെ നമ്മൾ ഇവിടെ വരച്ചിട്ട് നമ്മൾ വ്യൂവേഴ്സിന് കൊടുക്കും. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഔട്ട്പുട്ട് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ആ ഔട്ട്പുട്ട് നമുക്ക് തരും. നമ്മൾ ആ ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ബൾക്കായിട്ട് നമ്മൾ വ്യൂ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. വെബ്സൈറ്റ് ഉണ്ട് നമുക്ക്. അതെല്ലാം നിങ്ങൾക്ക് റീസെല്ലേഴ്സിന് അവൈലബിൾ ആണ്. ഹോൾസെയിൽ ആയിട്ടും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
എല്ലാം ഓക്കെ ആണ് ഇവിടെ. എല്ലാം ഓക്കെ ആണ്. അത് ഞാനാ പറയട്ടെ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇവിടെ എല്ലാം ഓക്കെ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ ഇവര് ഹസ്ബൻഡ് വൈഫും മാത്രമല്ല, ഇത് കൂടാണ്ട് വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയാ, സ്റ്റാഫാണോ, എങ്ങനെയാണ്? ഇത് വലിയച്ഛൻ വല്യമ്മയാണ്. അവര് പിരിയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കട്ടെ. അദ്ദേഹം ഇനിയും കുറെ നാൾ ഇങ്ങനെ നിൽക്കട്ടെ. ഇവരും ഇതിൽ ഇൻവോൾവ് ആണോ? വാവ്, ഗ്രേറ്റ്. ഓക്കെ, പിന്നെ അപ്പുറത്തുള്ളവര് ഇവര് ഫുൾ പാക്കിംഗ് ഓർഡേഴ്സ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്ന ഡിസ്പാച്ച് ടീംസ്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഇവര് ഇവിടെയും കുറെ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ ഓൺലൈൻ ടീം? ഒന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഒക്കെ ഒന്ന് കാണട്ടെ. ഇതാണോ നിങ്ങളുടെ ഓൺലൈൻ ടീം ഇരിക്കുന്നത്? ഇവിടെയാണോ നിങ്ങളുടെ? ഇത് നിങ്ങളുടെ വെബ്സൈറ്റ് ആണോ? വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റ് എന്താ പേര് വരുന്നത്? വെബ്സൈറ്റിന്റെ ഹരാദി. സെയിം പേരിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, ഹരാദി. അടിപൊളി. അത് ഫുൾ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനെയൊക്കെയാണല്ലേ വരുന്നത്? അതെ, ഫുൾ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ധോത്തീസ് ഉണ്ട്, ഷർട്ട്, ധോത്തി, അജ്രക്കിന്റെ അതുണ്ട്, പിന്നെ ദാവണി. ഓ, ഇതില് ഓഫറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അല്ലേ? അതെ, ഇതെല്ലാം B2C ആണ്. ഓക്കെ. അപ്പൊ രണ്ടും നടക്കുന്നുണ്ട് ഇവിടെ? രണ്ടും നടക്കുന്നുണ്ട്. മെയിൻലി ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് B2B ആണ്. അപ്പൊ ഇവരെ കളക്ഷൻസ് മെയിൻ ആയിട്ട് കാണണമെങ്കിൽ ഇവരെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇവരെ വീഡിയോ കോൾ ചെയ്തിട്ട് ഒന്ന് ശല്യപ്പെടുത്തിക്കോ. അതായത് ഇവിടെ ഓൺലൈൻ ടീം കുറെ പേര് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞേക്ക് എല്ലാവരും. ഇവിടെ എവിടേക്കാ നോക്കണ്ടേ, എന്നെയാണോ അങ്ങടാണോ നോക്കണ്ടേ? ഓക്കെ, അധികം വാചകടി ഒന്നും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാം. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനാണോ നിൽക്കേണ്ടത്, ഈ കുട്ടിയാണോ സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ടായി. നിങ്ങൾ തന്നെ പറയും ഇപ്പൊ ആരാ സുന്ദരി? വലിയ പറയും ആരാ സുന്ദരി? യെസ്, ഒക്കെ സെറ്റ് അല്ലേ? നമുക്ക് കളക്ഷൻസ് കാണാം. ഞാനും എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണത്? ഒരു ഒറ്റ ഡിസൈൻസ്, ഒരു ഒറ്റ ഇതിൽ നോക്കുക. എത്ര പീസ് വേണം നിങ്ങൾക്ക്? 100, 500, 1000 എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ. അതായത് ഇതും ഒരു ഒറ്റ ഡിസൈനിൽ ഇത്ര പീസസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മൾ ഹോൾസെയിലേഴ്സ് ആണെന്നുള്ളത്. കാണുമ്പോൾ പ്ലെയിൻ ആയിരിക്കും, ബട്ട് ഇത് പ്ലെയിൻ അല്ല. ഈ സെയിം ആണോ ഈ എടുക്കുന്നത്? സെയിം ആണ് അത്. പക്ഷെ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോ ഇഷ്ടായില്ല കേട്ടോ. ഇങ്ങനെ കണ്ടപ്പോ ഇഷ്ടായി, സത്യം. ഇത് ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. അതായത് ഈ ഒരു ലൈൻ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത് ആക്ച്വലി പല്ലു പോർഷൻ വരുന്നല്ലേ? ഇത് പല്ലു പോർഷൻ. ഇത് പല്ലു പോർഷൻ വരുന്നത്. ഇത് ബോഡി ഫുൾ ആൻഡ് ഫുൾ ഗോപുരം ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻസും ശ്രദ്ധിച്ചോ, അതും വീവിങ്ങിലാണ് വരുന്നത്. അതും എവിടെയും കാണാത്ത ഒരു ഡിസൈൻ ആണ്. ഗോപുരം ഡിസൈൻ ഉണ്ട്, പോൾക്ക ഡോട്ട് ഉണ്ട്, താമര. ഈ 3 ഡിസൈനിലും ഇതേപോലെ നമ്മൾ ചെയ്യണം. ഇത് പക്ക കോട്ടൺ അല്ലേ വരുന്നത്? പ്യുവർ കോട്ടൺ ആണ്. നല്ല ബോർഡേഴ്സ് നല്ല ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിത്ത് ബ്ലൗസ് ആണ് സാരി വരുന്നത്. ഇത് നിലത്ത് വെക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം വൈറ്റ് ആയതുകൊണ്ട്. ക്ലീൻ ആണ്, നോട്ട് ദി പോയിന്റ്. ക്ലീൻ ആണ്, വൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വെക്കണം. പിന്നെ ഈ സംഭവം അല്ലേ ഇത്? അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ല, ഇതാണത്. ഓക്കെ, ഇത് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ടൈം ടു ടൈം എത്തുമോ? അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ UK, US, UAE ഈ കൺട്രീസ് എല്ലാം നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ കസ്റ്റമറും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് മാത്രം അവർ പേ ചെയ്യേണ്ടി വരും. ഫുൾ ആൻഡ് ഫുൾ B2B, അതായത് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓണമാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഓണത്തിന് കുറച്ച് നാൾ ഇവിടുന്ന് കുറച്ച് ടൈം വേണമല്ലോ അവിടേക്ക് എത്താനായിട്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇതാണ് പെർഫെക്റ്റ് ടൈം നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കാൻ. നാളെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ കിട്ടിയെന്ന് വരില്ല. ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ കുറേ പേര് ഇതുപോലെ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. ടിപ്പ് നോട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുന്ന കറക്റ്റ് പെർഫെക്റ്റ് ടൈം ആണത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെൽ ചെയ്യാം. വാവ്, ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു 3D സ്റ്റൈലിന്റെ ഒരു ഫീലിംഗ് ആണ് വന്നല്ലേ? അതെ. എന്താ ഇത് ആക്ച്വലി ഡിജിറ്റൽ പ്രിന്റ് സാരിയാണ്. അതെ, അതിൽ തന്നെ ഒരുപാട് കളേഴ്സും ഒരുപാട് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണോ? അതെ, ഒരുപാട് കാണുന്നില്ലേ, മല പോലെ അടക്കി വെച്ച. ഇതൊന്നും അല്ല, ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല. ഇവര് ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഞങ്ങൾക്ക് സ്റ്റോക്ക് വെക്കാൻ സ്ഥലമില്ലാതെ ഞങ്ങൾ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്റ്റോക്സ് ഉണ്ട്. ഇതെന്തത്? ഇപ്പൊ എനിക്കിത് കാണുമ്പോ ഗെയിം കളിക്കാനാ തോന്നണേ, സത്യം. അതുപോലത്തെ ഡിസൈൻസ് ആണ് ഫുള്ള്, കണ്ടോ? അപ്പൊ പിള്ളേര് കൂടെ ഉണ്ടെങ്കിൽ സാരിമ ഗെയിം കളിച്ച മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് സമാധാനിക്കാം. നമുക്ക് കൊടുക്കണ സമയത്ത് അല്ലേ? അതെ, ഇതിലും എല്ലാം ഫ്ലവേഴ്സ്. ഈ ഡിസൈൻസ് ഒന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ നമ്മള് ബ്ലൗസ് ഉണ്ട്, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. ബ്ലൗസ് ഉണ്ടല്ലേ, പ്ലെയിൻ ബ്ലൗസ് അല്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള
ബ്ലൗസസ് ആണ് വരുന്നത്. ഇപ്പൊ ബ്ലൗസ് വേണ്ടെങ്കിൽ വേണ്ട, ഇതിന് ഇപ്പൊ എല്ലാരും കളർഫുൾ ആയിട്ട്. പിന്നെ ഏത് ബ്ലൗസ് കയ്യിലുണ്ടെങ്കിലും ഇത് മാച്ചിങ് ആയി പോകും. ഏത് കളറാ വേണ്ടത്, മഞ്ഞ, ചുവപ്പ് അല്ലെ, പച്ച, ഏത് കളർ മാച്ച് ആയി പോകും. ഞാൻ ഇതിവിടെ ഇങ്ങനെ വലിച്ചിടുന്നുണ്ട് കേട്ടോ, മടക്കാൻ നിങ്ങൾ മടക്കിക്കോളാം, ഞാൻ അതിലില്ല. അപ്പൊ അതേപോലെ വേറൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ശരിക്കും നിങ്ങളുടെ നല്ലൊരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ, ഒരു ഒറിജിനാലിറ്റി ഇല്ലേ? ആ ശരിക്കും ആ ഒരു ഒറിജിനാലിറ്റി, ആ ഒരു 3D സ്റ്റൈൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിംഗ് അടിപൊളി. ഇതെന്തായാലും ഇങ്ങനെ ഫുള്ള് എന്തായാലും ഫുള്ള് ഇങ്ങനെ ഇതുകൊണ്ട് വെച്ചും കൂടി കാണിച്ചു തരാം. ഇതായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതൊക്കെ ശരിക്കും വള്ളയറായിട്ട് തന്നെ ഇടണം കേട്ടോ, ഫുള്ള് ഇങ്ങനെ ഫ്ലീറ്റ് ആയി വെച്ചിട്ട് അതൊരു ഭംഗി കളയണ്ട. പിന്നെ എല്ലാവരും പറയും ടിഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ പൊന്തി നിൽക്കും, ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. നല്ല ഫ്ലീറ്റൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ റേറ്റ് പറയാൻ പാടില്ല, പക്ഷേ ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും രണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഏകദേശം പറയാൻ പറ്റുമോ? നമുക്ക് പ്ലെയിൻ കോട്ടൺ 3 ഇഞ്ചിന്റെ സെറ്റ് കൊണ്ട് വരുന്നത് 175 റുപ്പീസ് ആണ്. ഞെട്ടിക്കുന്ന വിലയായി പോയില്ല, 175 ഓൺലി. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഓക്കെ, അതും ഹോൾസെയിൽ റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 500-600 ആ റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു കാര്യം കൂടി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും റേറ്റിന് വല്ല വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോ തീർച്ചയായും ആക്ച്വലി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നടത്തുന്നവർക്ക് പ്രൈസ് പറയാൻ പാടില്ല, ബട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഹോൾസെയിലിൽ പറയാണ്. റീറ്റെയിൽ പ്രൈസിനും ഹോൾസെയിൽ പ്രൈസിനും മാറ്റം ഉണ്ടാവും. അതെന്തായാലും വേണമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇടി ഉണ്ടാക്കും. ഒരു സിംഗിൾ പീസും 10 പീസ് മേടിക്കുമ്പോ മാറ്റം ഉണ്ടാവണല്ലോ. തീർച്ചയായും. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ടെമ്പിളുടെ ഡിസൈൻ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഉള്ളിലുണ്ടോ ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ? ഉള്ളിലുണ്ട്, അതായത് ബോർഡേഴ്സിലെല്ലാം എല്ലാം വർക്ക് വരുന്നതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര എനിക്ക് തന്നെ ഒരു എല്ലാ പെണ്ണുങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നത്. ആക്ച്വലി ഇത് വർക്ക് പെയിന്റ് ആണല്ലേ? ഇതിന് വിവിംഗ് വേണമെങ്കിൽ സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. ഇത് സ്ക്രീൻ പ്രിന്റിംഗ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാഷ് ചെയ്ത് അങ്ങനെ കളർ പോവാ അങ്ങനത്തെ സംഭവം ഇല്ല. ഇത് ഗ്യാരണ്ടീഡ് പ്രിന്റ്സ് ആണ്. ഗ്യാരണ്ടി ആണ്. അതാണ് ഞാൻ ഇവരെ പേര് പറഞ്ഞത്. എന്താണ് വെൽക്കമിനെ പറയാന്ന്? ഹറാദി. യെസ്. ഇത് ആക്ച്വലി എന്താണ് മീൻസ് നിങ്ങളുടെ ലാംഗ്വേജിൽ പറയണം. ഞാൻ ഇതൊരു ഞങ്ങളുടെ ലാംഗ്വേജിൽ ഹറാദി എന്ന് വെച്ചാൽ വാം വെൽക്കം തന്നെയാണ് അതിന്റെ മീനിങ്. എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. കന്നഡയിൽ പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? ഇത് നമ്മൾ മിസ് ചെയ്യേണ്ട. അതാ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയിട്ട് വരുന്നത്. സാധാരണ നമ്മൾ ഈ വേറെ കളേഴ്സിലൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇത് നോക്കിയ ഒരു ലെവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ. അപ്പോൾ കോട്ടണിലാണ് ഇത് ഫുൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പ്രീമിയം സാരിയാണ്. ഇത് വെഡ്ഡിങ് സാരി എന്ന് തന്നെ പറയാം. ഇത് ബ്രൈഡിന് കേട്ടോ. അപ്പോൾ ബ്രൈഡിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെവി പീസ് എന്ന് പറഞ്ഞാൽ ഹെവി പീസ്. സാരിയുടെ വെയിറ്റ് തന്നെ ഒന്ന് ഫീൽ വരുന്നുണ്ട്. അത് ഒന്നാമത്തെ ഇവിടെ ഫുൾ സെറി വർക്കാണ്. നോർമലി അവിടെ ഇവിടേക്ക് അല്ല, മുന്താണിയിലല്ല ഇത്രയും സെറി വർക്ക് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോഡി ഫുൾ ഓവറോൾ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു ഹാൻഡ് വർക്കും കൂടി ചെയ്തിട്ട് ആ കല്യാണ മണ്ഡപത്തിൽ പെണ്ണങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഫ്ലാറ്റ് ആയി അല്ലേ? ഇത് ഈ ഒരു പോർഷനൊക്കെ നല്ല ഹാൻഡ് വർക്കൊക്കെ കൊടുത്താൽ മതി. സ്ലീവിലൊക്കെ വരുമ്പോഴേ നല്ല രസമായിരിക്കും. ഞാൻ ഐഡിയകൾ പറഞ്ഞു തരാണ്. പിന്നെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അതല്ലാണ്ട് വേറെയും കുറേ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം ഒക്കെ അറിയണമെങ്കിൽ അതൊരു സസ്പെൻസ് ആണ്. അത് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതിട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സംഭവമൊക്കെ ഇത് പാത്താ. ഇത് ആക്ച്വലി സീതാ കല്യാണം സാരിയാണ്. അപ്പോൾ സീതാ കല്യാണം, രാമനും സീതയും കല്യാണം ചെയ്യുന്ന ഒരു ഇവന്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇറക്കിയ ഒരു സാരിയാണ്. അപ്പോൾ ഫുൾ ബോഡി നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സാരി. അതേപോലെ ഹിറ്റ് ഡിസൈൻ ആണ്, അടിപൊളിയായി പോകുന്നുണ്ട് സാരി, നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ ഏത് സാരി ആണെങ്കിലും ഈ സാരി ആണെന്നുണ്ടെങ്കിലും ഈ ഓണത്തിന് അടിപൊളിയായിരിക്കും കേരള സാരി. ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉടുക്കുന്നേക്കാളും കുറച്ചുകൂടി വ്യത്യാസം, കുറച്ചുകൂടി റയർ ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് ഏതൊരു പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്നും ഒരു വെറൈറ്റി ഞാൻ തന്നെ, എനിക്ക് തോന്നുന്നത് ഈ കൊല്ലത്തെ ഓണത്തിന്റെ ഏറ്റവും ട്രെൻഡ് ഇപ്പൊ ഞാനാണ് ഉടുത്തിരിക്കണത് അല്ലെ? ഫസ്റ്റ് അത് ഞാൻ. ഇത് കഴിഞ്ഞിട്ട് ആരൊക്കെ ഉടുക്കുന്നു എനിക്കറിയില്ല, പക്ഷെ ഞാനാണ്. ഇതെല്ലാം സാരി തന്നെയാണ് ഈ കാണുന്ന എല്ലാം. നിങ്ങൾക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇവിടെ ഉണ്ട്. വെയിറ്റ് ചെയ്തോ, ഓരോന്നായിട്ട് ഓർഡർ ചെയ്തോ. എൻടയർ കേരളത്തിനുള്ള സാരി ഇവിടെ ഉണ്ട്. പോരെ, ഇനി എല്ലാം പെണ്ണുങ്ങൾക്ക് ഇവിടെ സാരി. സ്വന്തം ഭാര്യയ്ക്ക് സാരി ഉണ്ടോ? ഭാര്യയ്ക്ക് സാരി ഉണ്ട്. ഭാര്യ അവര് ഷോർട്ടാക്കിയല്ലേ ഉണ്ടോ എന്നുള്ളത്. ആള് സാരി ഉടുക്കോ ഇല്ല എന്നുള്ളൊരു സംശയം അല്ലേ? സാരി ഉടുക്കാറുണ്ടോ?
ഞാൻ കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ട് Yes, yes, അല്ല, പിന്നെ ഈ സൽവാർ ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ? യെസ്, ഇത് നമ്മുടെ ഹറാദിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാരും വരുന്നുണ്ട്, കുറച്ച് ഭംഗിയായിട്ട് ഇരിക്കട്ടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതായിരുന്നു. അപ്പൊ ഏത് XL വേണമെങ്കിലും കിട്ടും. എത്ര XL വരെ കിട്ടും? നമുക്ക് 3XL വരെ ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ്. അതല്ല 4XL 5XL വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവൈലബിൾ ആക്കി തരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, കുട്ടി സുന്ദരിയാ. അത് പറയാണ്ടിരിക്കാൻ ബാക്ക് ക്യാമറയിൽ പറയണമെന്നാ വിചാരിച്ചത്, പക്ഷെ എന്തായാലും ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ഇരിക്കട്ടെ അത്. ഓക്കെ, ഇനി ഈ ഡിസൈൻസ് എംബ്രോയിഡറി ഗ്രേപ്പ് ഡിസൈൻസ് ആണ്, നല്ലോണം മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ. അപ്പൊ എംബ്രോയിഡറി ആയി, ബ്രഷ് പെയിന്റ് ആയി, സ്ക്രീൻ പ്രിന്റ് ആയി, നമുക്ക് നോർമൽ വീവിംഗിലായി, ജക്കാർഡിലായി, ഡിജിറ്റൽ പ്രിന്റിലായി, ഏതൊക്കെ വെറൈറ്റീസ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഇതിപ്പോ നമ്മൾ കണ്ടത് കുറച്ച് കോട്ടൺ ടിഷ്യൂ സാരീസ് ഈ കാണുന്നത് മൊത്തം അല്ലേ? അതെ. ഓക്കെ, പിന്നെ അതേപോലെ കോട്ടൺ സാരീസ് ഉണ്ട്. ഓക്കെ, കോട്ടൺ സാരിയിലെ വാഴ, വാഴ 2 അല്ല, ഇത് വാഴ 3 ആണ്. വാഴ 2 ഒക്കെ നിങ്ങൾ ഇറക്കിക്കോ, ഞങ്ങള് വാഴ 3 ആണ് ഇറക്കുന്നത്. ഇതും നല്ലോണം മൂവ് ആയിക്കൊണ്ട് ഇത് ആക്ച്വലി ഇങ്ങനെ കുറേ ഉണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് പോർഷൻ? ഫുൾ ആൻഡ് ഫുൾ ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ഇതൊക്കെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ, നമുക്ക് വിത്തൗട്ട് ബ്ലൗസ് ഉള്ള ഒരു പരിപാടി ഇല്ല. ഇതിന്റെ ഈ അടിയിലൊക്കെ ഇങ്ങനെ, ഇത് ആക്ച്വലി നല്ലൊരു ഹിറ്റ് ഡിസൈൻസ് ആണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ തോന്നുന്നു അതല്ല ഇത് ഉടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ്. ഇത് കാണുമ്പോൾ ഉടുക്കാനുള്ളൊരു ഫീലിംഗ് നമുക്ക് പെണ്ണുങ്ങൾക്ക് വരില്ല. അപ്പോൾ അടിപൊളി. അപ്പോൾ വാഴ 3 ഹരാദി ഇറക്കിയിരിക്കുന്നു അല്ലേ? എത്ര ചിലവായി? കോടികൾ ഒരു ഫിലിം ഇറക്കാനായിട്ട്, ഈ ഫിലിം ഇറക്കാൻ അങ്ങനെയൊക്കെ പറയൂല. ഇതെന്തത്? ആനട. ഈ ആനയുടെ സാരി കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ആനയുടെ കോൺസെപ്റ്റിൽ തന്നെ സാരി മാത്രമല്ല അജറക് ഷർട്ട് ആൻഡ് ധോത്തി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓ അതെ. വല്യച്ചാ മുണ്ടും ഷർട്ടും ഉടുക്കേണ്ടതായിരുന്നു, ഇതല്ല. ഒരു വൈറ്റ് മുണ്ടും ഒരു ധോത്തിയൊക്കെ ഉടുപ്പിച്ച ആളെ നിർത്തേണ്ടതായിരുന്നു, ഒരു ലെവല് മാറ്റി പിടിപ്പിക്കേണ്ടതായിരുന്നു. അതെ, അല്ലേ? ഞാൻ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഇങ്ങോരായിരുന്നു ശരിക്കും കൊടുക്കണത്. എനിക്ക് തോന്നുന്ന വല്യച്ഛൻ്റെ ഒരു സ്റ്റൈലില് ഒരു അടിപൊളിയാണ്. പണിയുള്ളത് കൊണ്ട് മാറ്റും, അതാണ് പണിയുള്ള കാരണമാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സ്റ്റൈലില്. ഓക്കെ, അപ്പൊ സാരിയുടെ വെറൈറ്റീസ് അതേപോലെ മൈക്രോ ചെക്ക് മാത്രമല്ല താമര ഡിസൈനും ഉണ്ട്. താമരയുടെ ഡിസൈൻസ് അതും വീവിങ്ങിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു മെറൂൺ ഷെയ്ഡ് കണ്ടോ? ഈ ഒരു ഷെയ്ഡിൽ തന്നെ നമുക്ക് ഒരുപാട് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് പറയുമ്പോഴേക്കും ഇതാ എത്തി. ഇതാ പറയുമ്പോഴേക്കും ഇതാ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ, മെറൂൺ വേണമെങ്കിൽ മെറൂൺ, അത് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ സ്റ്റോക്ക് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ബാക്കി ഫ്രണ്ടിലുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവർക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വൈഫ് കുത്തമ്പുള്ളിയാണ്, അതുകൊണ്ടാണ് കുത്തമ്പുള്ളിയിൽ നിന്ന് നെയ്തിട്ട് അവിടെ ഇപ്പോഴും ഇവര് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛനമ്മയൊക്കെ അവിടെയാണ് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കുക. അതാണ് വല്യച്ഛനും വല്യമ്മനെയും കാണിച്ചത്. ഈ യൂണിഫോം സാരീസ് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് തരാം. ഇപ്പൊ ഇത് വന്നിട്ട് ഇന്ന് ഒരു 50 പീസ് വേണം എനിക്ക് അയക്കും എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ 50 പീസ് എവിടെയാണെങ്കിലും അയക്കും, എത്തിച്ചിരിക്കും. അതാണ്. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ, പാൻ ഇന്ത്യയിൽ എല്ലായിടത്തും നിങ്ങൾ ഈ സംഭവം ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ എത്ര ദിവസം പിടിക്കും? അങ്ങനെ അത് ആക്ച്വലി ആ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്ച്വലി ഹെവി ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും. സിമ്പിൾ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വേഗം എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ സാരീസിന്റെ വെറൈറ്റീസ് ആയി. ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ ഇവരെ പണി നിന്നൂല്ലേ അല്ലേ? പിന്നെ വേറെ ഒരു എക്സൈറ്റ്മെന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടാന്നുള്ള ഒരു പ്രൂഫാണ് ആ ഒരു സ്റ്റാൻഡ് കാണുന്നില്ലേ? ഈ ഒരു സ്റ്റാൻഡ് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയോ? നിങ്ങൾ എവിടേക്കാ ഓടൊന്നും വേണ്ട. ഈ സ്റ്റാൻഡ് എന്തിനാണ് വെച്ചിരിക്കുന്നത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ? അത് ആക്ച്വലി വീഡിയോ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് പ്രൊഡക്റ്റ് പോവാണെന്നുണ്ടെങ്കിലും അതെല്ലാം വീഡിയോ എടുത്ത് എന്ത് പ്രൊഡക്റ്റാണ് കസ്റ്റമർ ഡെലിവറി ആയിരിക്കുന്നത്. ഇപ്പോൾ കൊറിയർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിലും സ്കാൻ ആവും. അപ്പോൾ അവിടെ കിട്ടിയ പ്രൊഡക്റ്റും ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റും സെയിം തന്നെയാണോ എല്ലാം ചെക്ക് ചെയ്ത് വീഡിയോ വൈസ് നമ്മൾ റെക്കോർഡ്സ് ക്ലൗഡിൽ സേവ് ചെയ്ത് വെക്കും. ഇതാണ് എക്സാക്ട് മാനുഫാക്ചർ എന്ന് പറയുന്നത്. അതുപോലെ എക്സാക്ട് ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് തന്നെ നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇതാണ് ഉടായ്പ നടക്കില്ല. റിട്ടേൺ അങ്ങനെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഐറ്റം കൊടുത്തു വിടാനായിട്ട് നടക്കില്ല. അതാണ് ഇവരുടെ ബുദ്ധിയുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറെ ഷർട്ടുകൾ കാണുന്നുണ്ട്. ഇത് എന്ത് സംഭവം? ഷർട്ടും ഇവിടെ ഉണ്ടോ? ഇത് ഷർട്ട് ഞങ്ങൾ ഷർട്ടിൻ്റെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഷർട്ട് ആൻഡ് മുണ്ടിന് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുണ്ട്. അത് മാച്ചിങ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇറക്കിയ പുതിയ ഷർട്ട്സ് ആണ് ഇതെല്ലാം.
ഇതിപ്പോ സിമ്പിൾ ഷർട്ട്സ് അല്ല, ഇത് ആക്ച്വലി ഇതിൽ ഫുൾ ത്രെഡ് വർക്ക് ആണല്ലോ വരുന്നത്. ത്രെഡ് വർക്ക് ആണ്, ഫുൾ ആൻഡ് ഫുൾ എംബ്രോയിഡറി ആണ്. ഇപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ അങ്ങനെയല്ലേ, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ലിനൻ അല്ലേ? ഇത് ലിനൻ കോട്ടൺ ആണ്. ഓ, അപ്പൊ അങ്ങനെ ക്വാളിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നല്ലേ? ഇങ്ങനെയാണ്. ഇത് ഫുൾ സ്ലീവ് അല്ലേ വരുന്നത്? ഫുൾ സ്ലീവ്. ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ടും ഉണ്ട്. അതിന്റെ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസ്, ഇതൊക്കെ സിമ്പിൾ ഷർട്ടുകളാണ്. ഇതല്ല, നമുക്ക് ലോങ് കുർത്തീസ് വേണമെങ്കിൽ അത് അവൈലബിൾ ആണ്. ഇല്ല, അത് നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് എങ്ങനെ പറയുന്നോ അത് നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് 4 സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ അത് അപ്പോൾ ആ സൈസിൽ എത്ര പീസ് വേണോ അത് സ്റ്റിച്ച് ചെയ്ത് തരും. ഫാബ്രിക്സും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഓഹോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടേക്കൊക്കെ പോയി കാണേണ്ടതായിരുന്നു. പക്ഷെ പുറത്ത് നല്ല മഴയും, പിന്നെ എങ്ങനെയാണ് ട്രാവൽ ചെയ്ത് അവിടെ വരെ എത്താന്നൊക്കെ പറയാം. പിന്നെ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ കളർഫുൾ ആയിട്ട് ഇരിക്കണത് ഇനിയും കുറെ ഉള്ളിലുണ്ട്. ഇവർക്ക് എത്ര ഏരിയ ഉണ്ട് അത് ഞാൻ എന്തായാലും കാണിച്ചിട്ടില്ല. ആ ഏരിയ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് സാരിയുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. നമുക്ക് സെറ്റ് മുണ്ടിന്റെ സെക്ഷനിലേക്ക്. ഓക്കെ ഓക്കെ, ഇനി വരാൻ പോണത് സെറ്റ് മുണ്ടിന്റെ സെക്ഷൻ ആണ് അല്ലേ? സെറ്റ് മുണ്ട് ഈ ഒരു സെക്ഷൻ. യെസ്. അപ്പോൾ സെറ്റ് മുണ്ടിന്റെ ഒരു സെക്ഷനാണ് ഇത്. ഈ ഒരു സെക്ഷൻ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സെറ്റ് മുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു 50 പീസ് കണ്ടാൽ ഈ 50 പീസ് മാത്രമല്ല നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത്. നമുക്ക് ഇനിയും സ്റ്റോക്സ് ഉണ്ട്. എത്ര പീസ് വേണമെങ്കിലും ഞങ്ങൾ ഇപ്പൊ ഈ ഒരു ഡിസൈൻ, ഒറ്റ ഡിസൈനിന്റെ കാര്യമാണ് മാത്രം പറയുന്നത്. അപ്പൊ ഇതേപോലെ ഈ കട്ടിക്കര മറ്റേ എന്താ അങ്ങനെ കുറെ പേരുകളൊക്കെ പറയൂലോ, കുറെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ മൾട്ടി കളറിന്റെ ഒരു സംഭവം. അപ്പൊ ഇതിലാകുമ്പോ ബ്ലൗസ് വേറെ തപ്പാനൊന്നും പോകണ്ട. ബ്ലൗസ് അതിനും തപ്പണ്ടാന്ന്, ബ്ലൗസ് പീസ് അടക്കം തരുന്നത്. സാധാരണ സെറ്റ് മുണ്ടിന് അങ്ങനെ വിത്ത് ബ്ലൗസ് കുറവായിരിക്കും, പക്ഷെ ഇതിന് വിത്ത് ബ്ലൗസ് ആണ്. സെറ്റ് മുണ്ട് കോട്ടന്റെ കേട്ടോ. പിന്നെ ഇത് മൾട്ടി കളേഴ്സ് ആണ് വരുന്നത്. എന്നാ നിങ്ങൾക്ക് ഒരു ഒറ്റ ഷെയ്ഡ് വേണമെന്ന് വെച്ചാൽ ഒറ്റ ഷെയ്ഡിലും ഇവിടെ അവൈലബിൾ ആണ്. ഡബിൾ ഷെയ്ഡ് വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡും ഉണ്ട്. ഈ ഒരു കളർ ഷെയ്ഡ് എടുത്താല് ഒരു കസ്റ്റമർ ഒന്ന് ഈ കളർ ഷെയ്ഡ് എടുത്താൽ എനിക്ക് ബ്ലൗസ് ഇല്ലല്ലോ, ബ്ലൗസ് വേണമെന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ തിരിഞ്ഞല്ലേ ആ സൈഡില് സാമ്പിൾ മാത്രം വെച്ചിട്ടുണ്ട്. ഇതിലെ ഈ ഏരിയ എന്നാണ് ഞാൻ ഇവരുടെ റെഡിമെയ്ഡ് ബ്ലൗസ്. ഓ, ഇത് അൺസ്റ്റിച്ചഡും വെച്ചിട്ട് അൺസ്റ്റിച്ചഡ് ഉണ്ട്. അപ്പൊ എല്ലാം സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ബണ്ടിൽസ് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇതൊന്നും നോക്കിയിട്ട് പോവാം ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ ഡിസൈൻ അല്ല, ഇതിൽ വേറെ കളറിൽ വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അതും പെയർ ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഇതിൽ നിന്ന് ഒരു ബ്ലൗസ് ഇടാൻ ഞാൻ ഇട്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു കൈ കുറച്ച് ലൂസ്, അതൊന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, നിങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ സാരി അപ്പുറത്തുനിന്ന് എടുത്തു. അതേപോലെ ഇപ്പൊ ഇത് അൺസ്റ്റിച്ചഡ് ആണ്, ഇത് റെഡിമെയ്ഡ് സ്റ്റിച്ചഡ് ആണ്. പിന്നെയും ഇവിടെ കുർത്തീസ്, ഇതാണോ നിങ്ങൾ പറഞ്ഞ ഒരു ബോയ്സിനുള്ള ഷർട്ട്സ്? അജ്രക് ഷർട്ടാണ്. അജ്രക് ഷർട്ടുകള്. ഇതൊക്കെ എത്ര മോഡൽസ് എത്ര ഡിസൈൻസ് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ. അതുപോലെ സൈസസ് ഒക്കെ എങ്ങനെയാണ്? അത് അപ്പുറത്തെ സൈഡാണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ അജ്രക്കിന്റെ സ്റ്റൈലിലല്ലേ? ഞാൻ ജസ്റ്റ് ഡിസൈൻസ് കാണിച്ചു പോകട്ടോ. ഫ്രണ്ട് തിരിക്കാൻ നിന്നാ പിന്നെ അതിനാ നേരെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ്. പിന്നെ ആനയുടെ ഡിസൈൻ പറഞ്ഞില്ലേ, ഇതേ പിടിച്ചോ ആന. ഇതും ആനയുടെ ഡിസൈൻസ്. യെസ്, നല്ല വെറൈറ്റീസ് അപ്പൊ ഉണ്ടെന്ന്. പിന്നെ ആക്ച്വലി കേരളം തപ്പി നടക്കുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഈ ഐറ്റം കുർത്തിയോ? കുർത്തി അതുണ്ട്. അപ്പൊ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ആക്ച്വലി ഇവിടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ധാവണി ഉണ്ടാവും. കുർത്തി ഉണ്ട്. 2 പീസ് 3 പീസ് സിംഗിൾ പീസ് 2 പീസ് 3 പീസ് സിംഗിൾ പീസ് സെറ്റ് മുണ്ട് സെറ്റ് സാരി ബ്ലൗസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ഒരു സെക്ഷൻ വരുന്നത് ഇത് പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ലേ? ടിഷ്യൂല് നല്ല ഹെവി വർക്ക് വരുന്നത് കേട്ടോ. ഫുൾ ഹെവി വർക്ക് ടിഷ്യൂലാണ് ഇത് വരുന്നത്. അപ്പൊ സൈസസ് ഉണ്ടാവും ഇതിന്റെ? എങ്ങനെയാണ്? ഇതിന്റെ എല്ലാ സൈസും ഉണ്ട്. അതായത് M, L, XL, XXL. ഇതിപ്പോ അൺസ്റ്റിച്ചഡ് ഉണ്ടാവില്ല, റെഡിമെയ്ഡ് അല്ല അൺസ്റ്റിച്ചഡ് ഉണ്ടാവും. അൺസ്റ്റിച്ചഡ് അവൈലബിൾ ആണ്. ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല എന്നുള്ളൊരു വകയില്ല, എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഒരു മിനിറ്റ് ഇത് പിടിച്ചേ. ഇത് കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. അതുപോലെ പാന്റ്, ഇതിൽ തന്നെ പാന്റ് വരുന്നത് ഓപ്പോസിറ്റ്. ആ, ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരില്ല. എന്തായാലും കോൺട്രാസ്റ്റ് ആണ് ഇത് വരുന്നത്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബാക്കി മടക്കി വെച്ചോ. ഇതാ, ഇത് പാന്റ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വരുന്ന ദുപ്പട്ട വരുമ്പോ ഒരു ബനാറസി സ്റ്റൈലാണ്. ബനാറസിയാണ്, അതും സിമ്പിൾ അല്ല, നല്ലോണം ഫുൾ വീവിങ്. യെസ്, പോരെ.
ഇങ്ങനെ ഇതിൽ ഇനിയിപ്പോ ഈ കളർ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളർ മാറ്റി പിങ്ക് അതാണ് പിങ്ക്. എനിക്ക് പിങ്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡും കൂടിയാണ്. ഇതാ ഇതിലത്തെ വേറൊരു കാര്യം എന്ന് പറയാനായിട്ട് ഇവിടെ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സെൽഫ് ഡിസൈനും കൂടിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു ഇതാ ഫുൾ ഹെവി ദുപ്പട്ട ഇങ്ങനെയാണ്. ഇത് നല്ല സോഫ്റ്റ് അല്ലേ മെറ്റീരിയലൊക്കെ. ഇത് ഇത്രയും നല്ല സോഫ്റ്റും ഇത്രയും ഹെവി ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പൈസ നല്ലോണം ആവില്ലേ? ഇല്ല, ഞങ്ങൾ ആക്ച്വലി ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് കട്ടിങ് ഉണ്ടാവും. മീഡിയേറ്റർ ഒന്നും ഉണ്ടാവില്ല. ഇല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫാബ്രിക് എടുത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മീഡിയേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഭയങ്കര കട്ട് ചെയ്ത് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, വേറൊരു ഹൈ സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഫുൾ ഡിജിറ്റലും എന്നാ ബീഡ് വർക്കും ഉണ്ട് ഇതിൽ എല്ലാം. അതും സ്ലീവ് ദാമൻ എല്ലാം പോർഷനിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ശരിക്കും ഒരു ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഓരോന്നോരോന്ന് തുറക്കുമ്പോഴാണല്ലോ ഇവരുടെ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ. സത്യം, എന്റെ ഗസ്സിങ് തെറ്റായിരുന്നു. ശരിക്കുള്ള ഗസ്സിങ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഹെവി പീസുകൾ. അപ്പൊ ഒരു വീടായാലും നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പ്രൂഫും കൂടിയാണ് ഇവർ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ടിപ്പും കൂടി നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ? തീർച്ചയായും. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ സപ്ലൈ ചെയ്താൽ പിന്നെ എന്തായാലും സ്ക്രീനിൽ കൊടുക്കില്ലേ, വിളിച്ചാൽ മതിയല്ലേ. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ ഓൺലൈൻ ടീമിൽ കണ്ടവർ അവരായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ഇവരായിരിക്കും എടുക്കുക. ഇനി ഞാൻ കുറച്ച് തിരക്കിലാണ്, മഹിമനൊന്ന് വിട്ടോട്ടെ പ്ലീസ്. അതായിരിക്കും ബെറ്റർ. മഹിമയും കുറച്ച് തിരക്കിലൊക്കെയാണ്. മഹിമ കുട്ടി ഒന്ന് വരുമോ? ഒന്ന് വാ. നമ്മൾ ഇവിടം വരെ കവർ ആയി. ആള് കുറച്ച് തിരക്കിലാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എന്തായാലും ഒരു മലയാളി മങ്കയായിട്ട് നിൽക്കണല്ലോ. എന്ത് രസാ. സെറ്റ് മുതലാണോ ഇതൊക്കെ ഏകദേശം നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബ്ലൗസസ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചാലോ? ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, എനിക്ക് കയ്യിൽ തന്നത് അത് ഞങ്ങള് കാണിച്ചിട്ട് അത് അങ്ങനെ എടുത്ത് കയ്യിൽ തന്നത്. ഫസ്റ്റ് നമുക്ക് ഷറാറ കാണാം. നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യില് കസവിന്റെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ അതിൽ തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്തതാണ് ഈ കസവിന്റെ ടൈപ്പിൽ തന്നെ ഷറാറ ടൈപ്സ്. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? യെസ്, ഗ്രേറ്റ്. പലാസോ പാൻസ് റീയൂസ് ചെയ്യാനും പറ്റും. അതെ, ഇത് പാന്റ് ഇപ്പൊ ഞാൻ തന്നെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറെ കുർത്തീസിന്റെ കൂടെ പെയർ ചെയ്യാറുണ്ട്. ഈ ഇതിന്റെ മാത്രമല്ല, വേറെ കുർത്തീസിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. അതാണ്. പിന്നെ സിംഗിൾ പീസും കിട്ടുമല്ലോ, അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഹോൾസെയിൽ വേണമെങ്കിൽ ബൾക്കായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ വർക്ക് ഹെവി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫുൾ ബീഡ് വർക്ക് കണ്ടോ, ഫുൾ ഹെവി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ കസവിന്റെ ആണ് മെയിൻ ആയിട്ടുള്ളത്. കളർഫുൾ ആയിട്ടുള്ളതൊന്നും ആയിട്ടില്ല. ഇത് ഞങ്ങൾ കണ്ടിരുന്നു, ഇതും ഞങ്ങൾ കണ്ടു. ഇതിലൊരു 2 ഷെയ്ഡ് ഞങ്ങൾ കണ്ടു. ഇനി ബാക്കിയുള്ളത് അവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ എന്താ സംഭവിച്ചത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ നിൽക്കുന്നത് ഇതെല്ലാം സ്ഥലം ഇല്ലാത്തോണ്ട് എല്ലാം ഈ സ്ഥലമാണല്ലോ നമ്മളവിടെ താഴത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം. അതെ, ഇത് കുറച്ച് സമയം കൂടി കിട്ടി കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കണ്ടില്ല. ഇത് എക്സൽ സൈസ്, പക്ഷെ ക്വാളിറ്റി നല്ലതാ കേട്ടോ. നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ വെച്ച് നല്ല ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കണ്ടോ, നല്ല വർക്ക് വന്നിട്ടുള്ളത്. അത് സ്ലീവിലും യോക്കിലും അങ്ങനെ ഫുൾ ഓവറോൾ നന്നായിട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ലഹരിയ ഒപ്പം ചെയ്യാൻ നമുക്ക് പറ്റാത്തത് എല്ലാം. പിന്നെ ഇതാ ഇങ്ങനെയായിരിക്കും ദുപ്പട്ട. ദുപ്പട്ടയിലും കളേഴ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. നല്ല ഹെവി ആണല്ലേ. യെസ്, പാകിസ്ഥാനി സ്യൂട്ട് പോലെ ഒരു സംഭവമാണത്. ഇല്ലേ, പിന്നെ നല്ല രസം. ഇത് നമ്മുടെ ഓണത്തിന്റെ ട്രഡീഷണൽ സാധനം. ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഒരു കസവ് കുർത്തി മാത്രം. ഓക്കെ, ഇത് കുർത്തി സെറ്റ്. ഇത് ആക്ച്വലി നമ്മൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ഫംഗ്ഷനിലും നമ്മൾ ആദ്യം തപ്പുന്നത് കേരള കസവ് അല്ലെ? അതെ, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ കുർത്തി വേണമെങ്കിൽ കുർത്തീസ് ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും ലോ റേഞ്ച് ആയിരിക്കും അല്ലെ, പക്ഷെ ക്വാളിറ്റി സൂപ്പർ ആട്ടോ. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെ, ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ പിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിക്ക നല്ല കാണാൻ പറ്റുള്ളൂ. ഇതാണ്. പക്ഷെ ഇതിന്റെ പാന്റ് ആളെ അവോയ്ഡ് ചെയ്തുട്ടോ, ആളെ ഒപ്പിച്ചു. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പെയർ ചെയ്യാം. ഇതിന്റെ കൂടെ മെറൂൺ ദുപ്പട്ടയും കൂടെ കുറച്ചും കൂടെ ഹെവി, നല്ല ലുക്കായി, ഗ്രാൻഡ് ലുക്കായി. കണ്ടോ, ടിപ്പുകൾ വരുന്നത് കണ്ടോ. ഇനി ഇപ്പുറത്തെ എന്താ സംഭവം വരുന്നത്? ഇപ്പുറത്ത് നമ്മുടെ കുർത്തി സെറ്റ്, കളർ കുർത്തി സെറ്റ്സ് ആണ്. കളർ കുർത്തീസ്. ഓക്കെ, മൊത്തം ട്രഡീഷണൽ എത്നിക് വെയേഴ്സ് ആണ്. കളറ് കസുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ അടുത്ത്
ലോഞ്ച് ചെയ്തതാണ് ഈ എത്നിക് വെയേഴ്സ്. നല്ലതാണല്ലോ. അല്ല തൊടുമ്പോ ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് വരണം എന്ന് വെച്ചാൽ തൊട്ട് ഫീൽ മേടിക്കണം വെച്ചാൽ അങ്ങനെയും മേടിക്കാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂ ആയാലും നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നേരിട്ട് വരികയാണെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ എങ്ങനെ വരിക നമുക്ക്? എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ തത്തമംഗലം, പാലക്കാട് തത്തമംഗലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ റെഡ് ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഫനേജ് ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ഇട്ടാൽ തന്നെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഗൂഗിൾ മാപ്പ് നിങ്ങളെ ഹറാദിയിൽ എത്തിച്ചേരും. അതെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവരുടെ. ഒന്നും വേണ്ട, ലൊക്കേഷൻ ഇട്ടാൽ മതി, അപ്പൊ തന്നെ ഡീറ്റെയിൽസ് കിട്ടിക്കോളും. ഒരു എന്റെ ഫേവറേറ്റ്, എൻ്റെ അല്ല ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. കണ്ടോ, അതിലും ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ദുപ്പട്ടയില് ചെറിയ ഒരു ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടൊന്നും വേണ്ട, ഇത് മതി, ഇതന്നെ ധാരാളം ഒരു ഫംഗ്ഷൻ. പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ കുർത്തീസ് പ്ലെയിൻസ് ആയിട്ട് എല്ലാ കണ്ടില്ല അവിടെ, അതിന്റെ പ്ലെയിൻ ആണ്. അതെ, അത് പ്ലെയിൻ അല്ല, അത് ഡിസൈൻ ആയിരുന്നു. അതിന്റെ പ്ലെയിൻ സാധനം. ഓക്കെ, ചേട്ടന്മാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനം. എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. അപ് ടു S മുതൽ 4XL 5XL വരെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ റേറ്റ് ഇതൊക്കെ എങ്ങനെ വെബ്സൈറ്റിലുണ്ട്, നമ്മുടെ റീസെല്ലേഴ്സിലുണ്ട്, ഹോൾസെയിലുണ്ട്, എല്ലാം അവിടെ ഉണ്ട്. എല്ലായിടത്തും ഞങ്ങളുണ്ട്. എന്താ ഹരാദി ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഹരാദി. അതാണ്. അപ്പൊ ഷർട്ടുകളുടെ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ കളേഴ്സ് ഇവിടെ കുറേ ഉണ്ട്. ഒന്നിങ്ങോട്ട് തിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം സ്പേസ് കുറവാണ്. ഇപ്പൊ സ്പേസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. അപ്പൊ എല്ലാ കളേഴ്സും ഇങ്ങനെ ഓരോരോ സൈസുകൾ ഇതാ ഇവിടെ ഈ കളർ സൈസ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ ഫുൾ. അപ്പൊ ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഉള്ളവർക്ക് നമ്മൾ കുറച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുർത്തീസ്, ബ്ലൗസ് മെറ്റീരിയൽസ്, ഇപ്പൊ ചേച്ചിമാർക്ക് ബ്ലൗസ് മാത്രം വേണമെന്ന് പറഞ്ഞാലും ബണ്ടില് കണക്കിന് ഇഷ്ടം പോലെ കളേഴ്സ്. അല്ല, അപ്പൊ ഈ ബണ്ടിൽ ഫുൾ എടുക്കണോ? വേണ്ട, 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ എടുത്താൽ മതി. യെസ്, റീറ്റെയിലും ഹോൾസെയിലും ഉണ്ടെന്ന് പറഞ്ഞൂല. അതെ, അപ്പൊ റീറ്റെയിൽ വേണമെങ്കിൽ മുറിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഫുൾ വേണമെങ്കിൽ ഫുൾ വേണമെങ്കിൽ കിട്ടും. എത്ര മീറ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് ഫുൾ ആ ഒരു ഫാബ്രിക്കിന്റെ സെക്ഷൻ ഫാബ്രിക്കിന്റെ ബ്ലൗസിന്റെ സെക്ഷൻസ് ആണ്. അടിപൊളി. എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാനും പറ്റും. അതുപോലെ തന്നെ വെബ്സൈറ്റിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഷർട്ട് മുണ്ട് കണ്ടായിരുന്നോ? മുണ്ട് കണ്ടിട്ടില്ല. മുണ്ട് ഇത് ഫൈബ്രിക്സ് അല്ലേ? ഇതല്ല നമ്മൾ ഷർട്ട് മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് യൂണിറ്റിന് പോവാനുള്ളതാണ്, റെഡി ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് എത്ര പീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിന്റെയും നമുക്ക് ഷർട്ടുകൾ തയ്ച്ച് തരും എന്ന് പറഞ്ഞില്ലേ? ഇത് കാണിച്ചോളൂ. ഷർട്ട് ഇപ്പത്തെ ഈ ഓണത്തിന് ട്രെൻഡ് ആവുന്ന സാധനം. ട്രെൻഡ് ആവുന്ന സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് പെണ്ണുങ്ങൾക്കുള്ളത്. അതേ ആണുങ്ങൾക്കുള്ള ട്രെൻഡിൽ പിടിച്ചോ. മുണ്ട് സെറ്റ് അല്ലേ? ഇതിന് കളർ ഷെയ്ഡ്സ് ഉണ്ട്. അതേപോലെ കുറെ ഡിഫറെന്റ് അജ്രക്കിന്റെ ഈ സൈഡൊന്ന് വന്ന് നോക്കാല്ലേ. ഇത് കാണുന്നത് മൊത്തം ഫുൾ അജ്രക്കിന്റെ പല പല ഡിസൈൻസും പല പല മോഡൽസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നത്. മുകളിൽ അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിറവ് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വന്ന് നോക്കുക നേരിട്ടിട്ട്. പിന്നെ ഇവിടെയും ബിസി ആയിരുന്നോ? ഷർട്ട് മാത്രം അവൈലബിൾ ആണ്. ഷർട്ട് ആൻഡ് മുണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡബിൾ മുണ്ടും ആണ് വരുന്നത്. നല്ല പ്രീമിയം കോട്ടണിൽ വരുന്ന ഡബിൾ മുണ്ടൂസ് ആണ്. അതേ കണ്ടില്ലേ, ഇത് ഒരു ഡിസൈനിന്റെ മുണ്ടുമാണ്. ഈ കസവിന്റെ അടുത്ത് നമ്മുടെ അജ്രക് പോർഷൻ വരും. ഇത് ന്യൂ സൈക്കിൾ ഡിസൈൻ വിത്ത് പോക്കറ്റ്. പോക്കറ്റ് ഇല്ല. എല്ലാ ഷർട്ട്സിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇത് നേരത്തെ നമ്മൾ കാണിച്ച സൈക്കിളിന്റെ വേണമെങ്കിൽ പെയർ ചെയ്യണമെങ്കിൽ സൈക്കിളിന്റെ മുണ്ട് വേറെ ഉണ്ട്. ഇതിന്റെ മുണ്ടാണ്. പെയറിംഗും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പെയർ വേണമെങ്കിൽ പെയറും മേടിക്കാം, സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റും മേടിക്കാം അല്ലേ? ഓക്കെ, എന്ത് ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ എനിക്ക് വന്നപ്പോ ഭയങ്കര ഇങ്ങനെ ഇല്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എല്ലാത്തിലും ഉണ്ട്. അതാണ് ഹറാദി. അതെ, ഇതാ ഇങ്ങനെ ഒരു മാച്ചിങ് ആയിട്ടുള്ളത്. അല്ല, ഇപ്പൊ ഈ ധോത്തീസ് എന്നൊക്കെ പറയണത് ടിഷ്യൂല് ഉണ്ടാവില്ല, കൂടുതൽ കോട്ടൺ ആയിരിക്കും. കോട്ടണിലാണ്. ടിഷ്യൂല് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ടിഷ്യൂല് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡ് ഗ്രൂം കോൺസെപ്റ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് ഹസ്ബൻഡ് വൈഫ് കോംബോ. ഹസ്ബൻഡ് വൈഫ് ആവണമെന്നില്ലല്ലോ, ആവാൻ പോകുന്നുള്ളൂ. ആ ടൈമിൽ ഉടുക്കാൻ പറ്റിയിട്ടുള്ള പെയർ ചെയ്യാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, എല്ലാവർക്കും ഇല്ലാന്ന് പറയണോ? അതായത് നമ്മളിപ്പോ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാരി ഞാൻ കാണിച്ചു തരാം. ഞാൻ സാരി എടുത്തിട്ട് വരാം. സാധനം ഇപ്പൊ എടുത്തിട്ട് വരാന്ന്. സാരി ലോഞ്ച് ചെയ്യാൻ പോയിട്ടുള്ള സാരി മറ്റേ അജ്രക്കിന്റെ. ഒരു മിനിറ്റ്, ആള് മൈക്കും കൊണ്ട് പോയി. ഒരു മിനിറ്റ്. ആനയുടെ ഷർട്ട് ഒന്ന് എടുക്കും. ആനയുടെ ഷർട്ട് ഞാൻ ഇവിടെ കണ്ടല്ലോ. ഇത് ചെക്കനുള്ളത്, ഇത് പെണ്ണിനുള്ളത്. പോരെ?
കാണിച്ചു തരാം. വിത്ത് ബ്ലൗസും. വിത്ത് ബ്ലൗസ് ആണ്. ഇത് സാരിയിലും ബ്ലൗസ് ഉണ്ട്. പക്ഷെ ഈ സാരിയിലും ബ്ലൗസ് ഈ ചെക്സ് ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ഈ ബ്ലൗസും അവൈലബിൾ ആണ്. അപ്പൊ ആക്ച്വലി ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിന് മുന്നേ ലവേഴ്സിന് കൊടുക്കാം. ഇനി കല്യാണത്തിന് അന്ന് കൊടുക്കണമെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നല്ല കസവോട് കൂടി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതും ഞങ്ങൾ ചെയ്തു തരും. ഇനി കുറച്ച് ഹാൻഡ് ബ്രഷിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഹാൻഡ് പെയിന്റ്. ഈ ഹാൻഡ് പെയിന്റില് അത് ഏത് കളേഴ്സ് വേണം? അതെ, നല്ല പ്രീമിയം. അപ്പൊ ഇതിന് ലെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്റെ തലയിൽ അവിടെ വരെ ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് വിചാരിച്ചു. ആണുങ്ങൾ കുറച്ച് ഹൈറ്റ് ഉള്ളവരാണല്ലോ. ഓക്കെ, 3.95 മീറ്റർ, 4 മീറ്റർ വരും മുണ്ട് ടോട്ടലി. അതായത് ഡബിൾ മുണ്ടു ആണ് ഇത്. നല്ല പ്രീമിയം കോട്ടണിൽ വരുന്ന സാധനമാണ്. 1.25 മീറ്റർ വിടുത്തും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാതും ഉണ്ട്. അപ്പൊ ഇനി കിഡ്സിന് മാത്രം. കിഡ്സിനുണ്ട്, അതിലെനിക്ക് പിടിക്കാന്ന് വിചാരിച്ചില്ല എന്ന് പറയാന്ന് വിചാരിച്ചു. ഗേൾസിനുണ്ട്, ബോയ്സിനുണ്ട്. പട്ടുപാവാടയുണ്ട്, ലെഹങ്കയുണ്ട്, ഷർട്ട് ആൻഡ് മുണ്ടും ഉണ്ട് പിള്ളേരുടെ. ഞാൻ അതില്ലാന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒന്നിനൊന്നോ ഇല്ലാന്ന്. ഒരു വയസ്സ് മുതൽ 10 വയസ്സ് വരെ കൊച്ചുങ്ങളുടെ ഉണ്ട്. പെൺകുട്ടികളുടെ അല്ലേ? അതെ, ഇത് പെൺകുട്ടികളുടെ. ഫ്രോക്സ് വേണമെങ്കിൽ ഫ്രോക്സ് ഉണ്ട്. അതല്ല പട്ടുപാവാട വേണമെങ്കിൽ പട്ടുപാവാട ഉണ്ട്, ധാവണി ഉണ്ട്. ഇത് കളറിൽ വരുന്നത് കേട്ടോ. ഇനി കസുവില് വേണമെങ്കിൽ കസുവിലും ഉണ്ട്. അതുപോലെ ഇത് വേറൊരു കളർ ചേഞ്ച്. കസുവിന്റെ നോപ്പൊടി ചെയ്തോ. ഇനി ഇത് എത്ര സൈസ് എന്നാ പറഞ്ഞ മൈമ? അത് അല്ല, ഇതല്ല, നിങ്ങൾക്ക് എത്ര സൈസ് വരെ അവൈലബിൾ ആണ്? അതെ, 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. 10 വയസ്സ് വരെ. ഓക്കെ ഓക്കെ. ഇത് കസുവില്. ഇത് ഉടുപ്പ് ഫ്രോക്ക് കേട്ടോ. ഇങ്ങനെ ഫ്രോക്കിൽ വേണമെങ്കിൽ ഫ്രോക്കിലും ഉണ്ടെന്ന്. അപ്പൊ 2 പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. കോട്ട് പോലത്തെ ഫീലിംഗ് ഉണ്ടല്ലോ. കോട്ടാണ്. കോട്ട് വേണമെന്നുണ്ടെങ്കിൽ അയച്ചെടുക്കാം. അപ്പൊ ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എന്തായാലും സംഭവം ഉണ്ടെന്ന് കുട്ടികൾക്കുള്ളത്. ഇതും കസുവില് വരുന്നത്. ഇത് സ്കേർട്ട് ആൻഡ് ടോപ്പ് രാധാകൃഷ്ണ ഡിസൈൻ. കുറച്ച് വലിയ ഹെവി ഡിസൈൻസ് വരുന്നത് അല്ലേ? ഇവരെ ബ്രാൻഡ് നെയിം നോക്കിക്കോ. എന്തായാലും ഇങ്ങനെ ഒരു ടാഗ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഓൺലൈനിലും അവൈലബിൾ. ഇനിയിപ്പോൾ ഓഫ്ലൈൻ മീൻസ് ഹോൾസെയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് വരുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ടാഗ് ഞങ്ങൾ റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒക്കെ റിമൂവ് ചെയ്ത് തരാറ്. അത് നമുക്ക് വിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ടാകും. പലരും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഷോപ്പിൽ എന്താണ് അത് നിങ്ങൾ ഡീൽ ചെയ്യുക. ബാക്കി ഞാൻ സ്ഥലം കാണിച്ചു തന്നു, കളക്ഷൻസ് കാണിച്ചു തന്നു, വെറൈറ്റീസ് കാണിച്ചു തന്നു. നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ള ഒരു വാക്കേ ഇല്ല, അല്ലാതെ ഉണ്ട്. അപ്പൊ ഏത് കളേഴ്സും വേണമെങ്കിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. ഫ്രോക്ക് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിട്ടും ചെയ്യാം, അതല്ല ധാവണി ആയിട്ടും കിഡ്സിന് ചെയ്യാം. പിന്നെ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. വേറൊരു സംഭവം കൂടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഈ ഒരു ഫുള്ള് ലുക്ക് മൊത്തം ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഹരാദി. ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്തത് ഹരാദി. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഈ ഒരു സാരി ആയിരിക്കും, ഈ ഒരു ബ്ലൗസ് ആയിരിക്കും. നോ ദാ ഇങ്ങടെ വരൂ. ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ജ്വൽസ്. അപ്പൊ ഇത് എന്താ പറയാ, പെയറായിട്ട് വേണമെങ്കിൽ പെയറായിട്ട് ഉണ്ട്, നല്ല ഹെവി ആയിട്ടുണ്ട്, ഹെവി അല്ലാത്തതുണ്ട്, നമുക്ക് സിംഗിൾ ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ. ഇതും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ മൊത്തം ഒരു കേരള മങ്കനെ തന്നെയാണ് ഇവര് ഒരുക്കി തരുന്നത് അല്ലേ? ഇത് എനിക്ക് ഭയങ്കര, ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിനെ കുറിച്ച് ഒന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെമ്പകപ്പൂവിന്റെ ഒരു ഡിസൈൻ വെച്ചിട്ടാണ്. ഇത് ഫുള്ളി എംബ്രോയിഡറി ആണ് വരുന്നത്. ഇത് കണ്ടേ, ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. നമ്മൾ തല തിരിച്ചു പിടിച്ചു ഇങ്ങനെ. ഇതാണ് പല്ലു പോർഷൻ. ബോഡിയിലാണെങ്കിലും ഇതേപോലെ നമ്മുടെ ചെമ്പകപ്പൂവിന്റെ ഗോൾഡൻ ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് അകത്ത് ഹാൻഡ് പെയിന്റ് ആണ് ആൻഡ് ഔട്ടറില് നമ്മുടെ ഗോൾഡൻ എംബ്രോയിഡറി ഉണ്ട്. അപ്പൊ പെയിന്റും രണ്ടും കൂടി മിക്സ് ആണ് വരുന്നത്. ഓക്കെ. അതുപോലെ ഇത് ഉടുക്കുമ്പോഴേ ആക്ച്വലി ഒന്ന് വിട്ട് അടിയിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വർക്ക് വരും കേട്ടോ. അപ്പൊ ഫുൾ ഇങ്ങനെ ഫില്ലായിട്ട് കൊടുക്കും, ഇങ്ങനെ നറുവായിട്ട് കൊടുക്കും എപ്പോഴും. അപ്പൊ വിത്ത് ബ്ലൗസോട് കൂടിയുള്ള സാരിയാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഡാർക്കർ ഈ യെല്ലോയിഷ് ഗോൾഡൻ ഓറഞ്ച് ബ്ലൗസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി. ഫേസിൽ തന്നെ ഇത് പറയണൊക്കെ എനിക്കിങ്ങനെ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ഊഹിച്ചു നോക്കിയാൽ ഇങ്ങനെയായിട്ട് കൊടുത്തു വരുമ്പോഴുള്ള ഒരു ലുക്ക്, എന്തായാലും ഒരു വെറൈറ്റി ഫീലിംഗ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടി. കാരണം നമ്മൾ ഇതൊന്നും തീരെ
പ്രതീക്ഷിച്ചിട്ടില്ലേ ഈ സംഭവങ്ങൾ. അതുപോലെ തന്നെ വേറെയും കുറെ ഒരു വാഴ 3 ഇറക്കിയ സംഭവങ്ങള്. ഇനി നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിൽ കിടന്നോട്ടെ, വാഴ 3 ഇവരാണ് ഇറക്കിക്കണത്. ബാക്കി യെസ്, ഒരു പ്രൗഡ് ഫീലിംഗ്. അല്ല, അതുപോലത്തെ ഓരോരോ സംഭവങ്ങള് ഇവിടെ വന്ന് നോക്കുമ്പോ ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓണം തന്നെയല്ല, ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ കേരള ട്രഡീഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ വിഷു, ഓണം ആ ഒരു സംഭവം മാത്രമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു മലയാളി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പാല് കാച്ചില്, ചോറിനില്, അങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു കേരള സ്റ്റൈൽ തന്നെയാണ്. അതിപ്പോ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും വലിയവർക്കായാലും ബോയ്സ് ഗേൾസ് അല്ലേ. അതെ, നമ്മളിപ്പോ നോർമലി ജീൻസും ടോപ്പ് ഇടുമ്പോ ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ സാരി ഉടുത്ത് കസവ് സാരി ഒക്കെ ഉടുത്ത് കിട്ടുമ്പോ ഒരു ഫീല്, അതൊരു ഫീലാണ്. അതൊരു ഫീൽ തന്നെ. ഇവിടെ കുർത്തീസ് ഇഷ്ടം പറയണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ ഉടുത്തത് ഈ ഒരു സാരി. ബ്ലൗസ് എനിക്ക് പാകമായില്ല, നോ വിഷയം. പക്ഷെ സാരി അടിപൊളിയാണ്, എന്തായാലും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് വരുന്നത് 170 മുതലാണ്. കുർത്തീസിന്റെ ഒക്കെ വരുമ്പോ നമുക്ക് കുർത്തീസിന്റെ വരുമ്പോ 370 340 റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ധോത്തീസ് അറൌണ്ട് എനിക്ക് തോന്നുന്നു 140 മുതൽ തന്നെ ധോത്തീസ്, ചേട്ടന്മാരുടെ ധോത്തീസ് അവൈലബിൾ ആണ്. ചേട്ടന്മാർക്കല്ല, ഇനി പെൺകുട്ടികൾക്കും തോത്തിയിട്ട് നടക്കാൻ. അപ്പൊ ഇവര് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവര് വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റും. അത് കൂടാണ്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം, നേരിട്ട് വരണമെങ്കിൽ വരാം. അപ്പൊ ലൊക്കേഷൻ നമ്മുടെ പാലക്കാടാണ്. ഇനി പാലക്കാട് എവിടെയാണെന്ന് ആരും ചോദിക്കരുത്, ഏറ്റവും ചൂടുള്ള സ്ഥലവും അതുപോലെ തന്നെ നമ്മുടെ കുത്തമ്പളി നെയ്യുന്ന ഒരു സ്ഥലം എന്ന് അറിയപ്പെടുന്നതും കൂടിയാണ് അല്ലെ. അപ്പൊ കുത്തമ്പളി ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് വരും? കുത്തമ്പളി ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റേഴ്സ് വരുന്നത്. ഞാൻ കുത്തമ്പള്ളിയിൽ നിന്ന് കുറച്ച് നീങ്ങിട്ടാന്ന് പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ചാൽ ആള് കുത്തമ്പള്ളിക്കാരിയാണ്. അപ്പൊ ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടച്ച്, ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലില് നമുക്ക് ഇവര് ഒരുപാട് കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് അല്ലെ. അതെ, പിന്നല്ല പിന്നെ മഹിമ, എനിക്ക് പേരും ഭയങ്കര ഇഷ്ടമായി. വീട്ടിൽ കൊണ്ടുപോവാ, കൊണ്ടുപോക്കോട്ടെ ഞാൻ, ഹസ്ബൻഡ് കൊണ്ടുപോക്കോട്ടെ. അപ്പൊ ഒരു ബൈ പറയാ ഹസ്ബൻഡേ വാ. സത്യം പറഞ്ഞ ആളുടെ പേര് കേട്ട് 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 ഞാൻ ഹസ്ബൻഡിന്റെ പേര് മറന്നുപോയി. അരുൺ. ഓക്കെ. അതുപോലെ ഫുൾ ടീം ഉണ്ട്. ഒന്ന് നമുക്ക് വിളിച്ചവര് എല്ലാരോടും ഒരു ബൈ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു വർക്കിലാണോ? ഇല്ല, ഒന്നും കട്ടെ അവര് എല്ലാരും ഒന്ന് വരുമോ? അതെ, എല്ലാരും വാ, വേം വാ. ഷോന്ന് പുറത്തുനിന്ന് കാണുമ്പോ ഇത്രയും ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ തീരെയും പ്രതീക്ഷിച്ചില്ല. ആകെ ഇവര് ചെറിയൊരു പരിപാടി ആയിരിക്കും, പക്ഷെ അല്ല, ഇതൊരു വലിയ ടീമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ മാത്രമേ പേരുള്ളൂ, പക്ഷെ കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ഓരോ ടീമുണ്ട് ഞങ്ങൾക്ക്. ഓരോ സൈഡിലും ഓരോ, ഇവിടെ ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ബാക്കിയുള്ള അതിന്റെ ബാക്കിൽ നടക്കുന്ന ബാംഗ്ലൂർ ഒരു ടീമുണ്ട്, കൊച്ചിയിലൊരു ടീമുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നതല്ല, വരുമ്പോ കാണുന്നതാണ് സത്യാവസ്ഥ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ നേരിട്ട് വരാം. അപ്പൊ നമ്മളിപ്പോ എക്സാക്ട്ലി വരുന്നത് പാലക്കാട് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഓരോ ടീം മാത്രമുള്ള ബാക്കിയുള്ളവർ കുറെയൊക്കെ പനി പിടിച്ച് വീട്ടിലിരിക്കുന്ന കുറെ ഓരോ അവധികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്. ഇനിയും ഇതിൽ ആൾക്കാരെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഇവരെ കൂടെ ഞാനും ഒരു ടീമായിട്ട് നിൽക്കാം. എന്തായാലും നമുക്കെല്ലാം ഒരു ബൈ പറയാം. എന്തെന്നാണോ ഇന്റർനെറ്റാണ്, ഇന്റർനെറ്റ് ഇൻട്രോവേർട്ടേ. ഞാൻ പറഞ്ഞില്ല ഇന്റർനെറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറയാം. അപ്പൊ നമ്മുടെ പേര് ഹരാദി. അപ്പൊ എല്ലാവർക്കും ബൈ.